മലയാളികളുടെ ഓൾ ടൈം ഫേവററ്റായ നൊസ്റ്റാൾജിക് വിഭവമാണ് ഉണ്ണിയപ്പം. ഇന്നത്തെ താരം ഉണ്ണിയപ്പം ആയതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും അവിടുത്തെ ഉണ്ണിയപ്പ നിവേദ്യത്തിനെയും കുറിച്ചുള്ള കഥ കേട്ടാലോ? കൊട്ടാരക്കര അമ്പലം പോലെ തന്നെ പ്രസിദ്ധമാണല്ലോ കൊട്ടാരക്കര ഉണ്ണിയപ്പവും. ഗണപതി ഭഗവാന്റെ മുന്നിൽ വച്ച് തന്നെയാണ് ഈ ഉണ്ണിയപ്പങ്ങളെല്ലാം തയ്യാറാക്കുന്നതും. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിലെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു ഏറ്റെടുത്തിരുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിന്റെ തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടെ പ്രതിഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ എത്തുകയും അവിടുത്തെ പുരോഹിതനോട് ഈ ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കുകയാണ്, എന്താണ് ഇന്ന് നിവേദ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പുരോഹിതന്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ കൂട്ടപ്പം ഉണ്ടാക്കിയെന്നും ഒരു ഇലയിൽ 7 കൂട്ടപ്പങ്ങൾ കോർത്തത് പെരുന്തച്ഛൻ തന്നെ ഗണപതിക്ക് നിവേദിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ കിഴക്കേക്കര ശിവക്ഷേത്രം ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ തന്നെ ഗണപതി ഭഗവാനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പിന്നെ ഉണ്ണിയപ്പവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റ ബൈ ബൈ, സീ യു.